നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എരിശ്ശേരിയാണ്. മത്തങ്ങയും വൻപയറും വെച്ചിട്ട്. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ തലേ ദിവസം രാത്രി ഇട്ട് വെച്ച വൻപയറാണ്. ഒരു ദിവസം രാത്രി മൊത്തം ഓൾ നൈറ്റ് കുതിർത്തിയതാണ്. പിന്നെ രണ്ടാമത്തേത് മത്തങ്ങ, പഴുത്ത മത്തങ്ങയാണ്. പഴുത്ത മത്തങ്ങ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തു. പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ പച്ചമുളക്, പിന്നെ ഇത് തേങ്ങ നാളികേരമാണ്. ഇതിനകത്ത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി കൂട്ടി അരയ്ക്കും. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ്. ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ കുക്കർ എടുത്തു. അതിൽ ഇന്നലെ പുതിർത്തി വെച്ചിരുന്ന നമ്മൾ ലോബിയ അതിലേക്ക് ഒഴിച്ചു. ലോബിയ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, പിന്നെ ഹൽദി അവിടെ കൊണ്ടുവച്ച് 2-3 പച്ചമുളക് നടുവിൽ ഇങ്ങനെ കണ്ടിച്ചിടണം. ഓക്കെ, കണ്ടിച്ചിട്ടതിന് ശേഷം കുക്കർ നമ്മൾ സ്റ്റീം കൊടുക്കും. ഒരു 2 വിസിൽ മതിയേ. 2 വിസിലിൽ നമ്മളിത് കുക്കർ വേവും. ഓക്കെ, ഇത് കറിക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കണം. അതിൽ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടി ഇട്ടു. ഇതൊന്ന് നല്ലപോലെ ഇനി നമ്മൾ ലോബിയ വൻപയർ വെന്ത് കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ കുറച്ച് മത്തങ്ങ, കാരണം ഇത് രണ്ടും കൂടി ഇട്ട് ഒരുമിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. അപ്പോൾ പിന്നെ ലോബിയ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ വൻപയർ ഇട്ടിട്ട് ഒന്നുകൂടി ഒരൊറ്റ സീറ്റിട്ട് ഒരൊറ്റ പകുതി വേവാക്കിയിട്ട് ഓഫാക്കുക. അല്ലെങ്കിൽ വല്ലാതെ അത് വെന്തു പോകും. ഇനി ഇത് വേവുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. വേറൊരു അടുപ്പ് കത്തിച്ചിട്ട് ചൂടാവട്ടെ. ചൂടായിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടാവട്ടെ. ചൂടായിട്ട് അതിലോട്ട് കുറച്ച് കടുക്, കടുകിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങി. അതിൽ പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ. ഇത് നമ്മൾ എരിശ്ശേരിയിലോട്ട് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം തന്നെ. ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാണ് ഇതിന് കട്ടയായിട്ട് ഇരിക്കുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് എരിശ്ശേരി. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നല്ല ചുമന്ന കളറായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും മത്തങ്ങയും വെന്ത് ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബ്രൗൺ കളറായി. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇനിയിപ്പോൾ നമ്മൾ കുക്കർ തുറന്നു.
കുക്കറൊക്കെ തുറന്നു നമ്മളുടെ മത്തങ്ങ വന്നില്ല. ഒന്നും കൂടി ആവട്ടെ മത്തങ്ങ. നമ്മൾ കുക്കർ തുറന്നു. ഇത് പയറും മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ലപോലെയായി. ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ ഉപ്പിടണം, ആ കറിക്ക് ആവശ്യമായ ഉപ്പ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കി വെച്ചതായിരുന്നു. ഗ്യാസ് ഓണാക്കുക. രണ്ടാമത് നല്ലപോലെ ഒന്ന് മത്തങ്ങ കുറച്ച് നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതിലോട്ട് പിന്നെ വെളുത്തുള്ളി ജീരകം ഒക്കെ കൂട്ടി അരച്ച തേങ്ങ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം. ഇതൊക്കെ മിക്സിയിലൊക്കെ തേങ്ങ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ബോയിലാവണം. ബോയിലായതിന് ശേഷം ഉപ്പ് നോക്കണ്ടേ? പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചു വെച്ചു. പിന്നെ അതിൽ തേങ്ങയും കറിവേപ്പിലിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ചുമക്ക ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തത് നമ്മൾ പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ.